അവിടുന്ന് ലോകത്തിന്റെ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. വീണ്ടും അവിടുന്ന് പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അവനിൽ ജീവനുണ്ട് എന്ന് യോഹന്നാൻ വ്യക്തമായി പറഞ്ഞു. പൗലോസ് കൊലോസ്യ ലേഖനം 3:4 പറഞ്ഞു, നമ്മുടെ ജീവനായ ക്രിസ്തുവെന്ന് പറഞ്ഞു. അങ്ങനെ വിവിധ നിലകളിൽ യേശു ക്രിസ്തുവിനെ ജീവൻ എന്ന വിധത്തിൽ തിരുവെടുത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. അതെ, അവിടുന്ന് ജീവനാണ്. ആത്മീയമായി മരിച്ചിരിക്കുന്ന മനുഷ്യന് ജീവൻ കൊടുത്ത് ജീവനായ ദൈവത്തോട് ബന്ധപ്പെടുത്തുവാനുള്ള ഏകമാർഗമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അവിടുന്ന് പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചു കൊടുക്കുന്നു. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ഞാൻ ഈ ലോകത്തിൽ വന്നിരിക്കുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു. അവിടുത്തെ വചസ്സുകളെല്ലാം തന്നെ മനുഷ്യനെ ജീവിപ്പിക്കുന്നതാണ്. യോഹന്നാൻ 6 പറയുന്നുണ്ട്, എൻ്റെ വചനം ജീവിപ്പിക്കുന്നതാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാകുന്നു എന്നവിടുന്ന് വ്യക്തമായി ഈ 6-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വിവിധ നിലകളിൽ വചനങ്ങൾ വ്യക്തമാക്കുന്ന സത്യം, ആത്മീയമായി മരിച്ചിരിക്കുന്ന മനുഷ്യന് ജീവൻ കൊടുത്ത് അവനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന ജീവനും പുനരുത്ഥാനവുമാണ് കർത്താവായ യേശു. അവിടുത്തെ അവകാശ പ്രഖ്യാപനം പോലെ ആരാണ് ഈ ലോകത്തിൽ നടത്തിയിട്ടുള്ളത്? അവിടുത്തെ അവകാശ പ്രഖ്യാപനം തന്നെ അവിടുന്ന് ദൈവമാണെന്ന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ വിവിധ വശങ്ങളിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ ജീവനായ ക്രിസ്തു ഇവിടെ നിന്നുകൊണ്ട് അവരോട് പറയുകയാണ്, എൻ്റെ അടുക്കൽ ജീവൻ പ്രാപിക്കേണ്ടതിന് വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇവിടെ ആരംഭിക്കുന്നത് ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരെങ്കിൽ പ്രയോഗത്തോടു കൂടിയാണ്. എങ്കിലും എന്താണ് ഈ എങ്കിലും എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ആ കാരണങ്ങളൊക്കെ യേശുക്രിസ്തു നിരത്തി വെച്ചതിന് ശേഷമാണ് എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല എന്നവിടുന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിനുള്ള മുഖാന്തരം, കാരണം എന്താണ് എന്ന് ഈ 5-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് യേശുക്രിസ്തു ജീവൻ പ്രാപിക്കേണ്ടതിന്, ജീവൻ കൊടുക്കേണ്ടതിന് അധികാരമുള്ളവനെന്ന് തെളിയിക്കുന്നത്? അവിടുന്ന് പിതാവായ ദൈവത്താൽ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടു എന്നുള്ളതാണ്. ജീവൻ കൊടുക്കാൻ അധികാരമുള്ളവൻ എന്നുള്ളതിൻ്റെ മുദ്രയെന്ന് പറയുന്നത് പിതാവായ ദൈവത്താൽ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതവർ അംഗീകരിക്കാത്തതാണ്. ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ അവർക്ക് മനസ്സില്ലാതിരിക്കുന്നത്. ഏതൊക്കെ വിധത്തിലാണ് യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചതാണ് എന്ന് തെളിയിക്കുന്നത്? ഒന്നാമതായി നമുക്ക് 33-ാം വാക്യം വേഗത്തിലൊന്ന് വായിക്കാം. 33-ാമത്തെ വാക്യം 5-ാം അധ്യായത്തിന്റെ. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. 2-3 വാക്യങ്ങൾ കൂടെ ഈ സുവിശേഷത്തിൽ നിന്ന് വായിച്ച് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ആദ്യമായി വായിച്ചാട്ട്. യോഹന്നാൻ 1:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വന്നു. വെളിച്ചത്തെക്കുറിച്ച് സാക്ഷ്യം പറയാൻ വന്ന യോഹന്നാൻ സ്നാപകൻ. ഇനി അതിന്റെ 19-ാം വാക്യം വായിച്ചാട്ട്. നീ ആർ എന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിന് യഹൂദന്മാർ യെരുശലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റുപറഞ്ഞു. പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ആ പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെക്കുറിച്ച് തന്നെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ,
യെശയ്യാവ് പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെ ആക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ 34-ാം വാക്യം കൂടെ അതിന്റെ 1-ാം അധ്യായത്തിന്റെ. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. മതി. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു, അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. യഹൂദ മതത്തിന്റെ മേധാവികൾ യോഹന്നാൻ സ്നാപകന്റെ ശക്തമായ പ്രഭാഷണത്തിന്റെ മുൻപിൽ ഭയവിഹുലരായി തീർന്നവർ അവരുടെ ചില അനുചരന്മാരെ യോഹന്നാൻ സ്നാപകന്റെ അടുക്കലേക്ക് അയച്ചിട്ട് ചോദിപ്പിച്ചത്, നീ ആരാകുന്നു? നീ യെരമ്യാവാണോ? അല്ല. നീ ക്രിസ്തുവാണോ? അല്ല. നീ ആ പ്രവാചകനാണോ? അല്ല. ആ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ക്രിസ്തുവിനെ തന്നെയാണ്. അപ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട്, ഞാൻ വെളിച്ചത്തിന് സാക്ഷി നിൽക്കുവാൻ, സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ വന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി യേശു ദൈവപുത്രൻ എന്ന് അവൻ സാക്ഷ്യപ്പെടുത്തി. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, പിതാവായ ദൈവത്താൽ യേശുക്രിസ്തു അയക്കപ്പെട്ടു എന്നതിൻ്റെ 1-ാമത്തെ തെളിവ് യേശുക്രിസ്തു ഇവിടെ നിരത്തിവെക്കുകയാണ്. ക്രിസ്തുവിന് മുന്നോടിയായി ഈ ലോകത്തിൽ ജനിച്ച യോഹന്നാൻ സ്നാപകൻ അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് യേശു സാക്ഷ്യം പറഞ്ഞതും ഇവനെ കുറിച്ചാണ്. എന്നാൽ ഈ യോഹന്നാൻ ക്രിസ്തുവിനെ കുറിച്ച് തൻ്റെ അടുക്കൽ വന്നവരോട് സാക്ഷ്യം പറയുന്നു. ഞാൻ വെളിച്ചത്തിന് സാക്ഷി നിൽക്കുവാൻ, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ വന്നിരിക്കുന്നു. ആരാണ് വെളിച്ചം? ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് യേശു ഉറക്കെ പ്രഖ്യാപിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. നിങ്ങളൊരു വസ്തുത മനസ്സിലാക്കണം. ഇവിടെ ചിലരൊക്കെ ഇന്ത്യയുടെ വെളിച്ചമെന്നും ഏഷ്യയുടെ വെളിച്ചമെന്നും ഭാരതത്തിൻ്റെ വെളിച്ചമെന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനതൊന്നും നിരാകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു ചോദ്യം, ഞാൻ ഭാരതത്തിൻ്റെ വെളിച്ചമാണെന്ന് അവർ പറഞ്ഞു, ഏഷ്യയുടെ വെളിച്ചമാണെന്ന് അവർ പറഞ്ഞു? പറഞ്ഞില്ലല്ലോ. പിന്നുള്ള അവരുടെ അനുഗാമികളല്ലേ ആ പേരിട്ടത്. എന്നാൽ ഇവിടെ ശിഷ്യന്മാർ പേര് കൊടുക്കാതെ വണ്ണം യേശുക്രിസ്തു താൻ തന്നെ വിളിച്ചു പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിലാകാതെ വെളിച്ചത്തിൽ നടക്കുന്നുവെന്നാണ്. ആ വെളിച്ചമായ ക്രിസ്തുവിന് സാക്ഷ്യം പറഞ്ഞവനാണ് ഈ യോഹന്നാൻ സ്നാപകൻ. രണ്ടാമത്, സത്യത്തിനു സാക്ഷി നിൽക്കുവാൻ. ആരാണ് ഈ സത്യം? യേശു ക്രിസ്തുവല്ലേ? പീലാത്തോസിന്റെ കൽത്തളത്തിൽ മുൾക്കിരീടധാരിയായി ഒരു ചെങ്കോൽ, ഒരു ഞാങ്ങണക്കമ്പ് പിടിച്ചുകൊണ്ട് ബന്ധിക്കപ്പെട്ടവനായി നിൽക്കുന്ന യേശുവിനോട് പീലാത്തോസ് ചോദിച്ചു, നീ ആരാകുന്നു? അദ്ദേഹം പറഞ്ഞ വാക്ക് നമുക്കറിയാം, ഞാൻ സത്യത്തിനു സാക്ഷി നിൽക്കുവാൻ വന്നിരിക്കുന്നു. സത്യതൽപരനായവനൊക്കെ എൻ്റെ വാക്ക് കേൾക്കുന്നു എന്നല്ലേ? അപ്പോൾ ആരാണ് സത്യം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അസത്യത്താൽ നിറഞ്ഞിരിക്കുന്ന മനുഷ്യ സമൂഹത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അസത്യത്താൽ മൂടിയിരിക്കുന്ന മനുഷ്യനെ സത്യത്തിലേക്ക് നയിക്കുവാൻ ഇതാ വന്നിരിക്കുന്നു. സാക്ഷാൽ സത്യമായിരിക്കുന്ന വലിയവനായ ദൈവം. ആ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്താണ്? യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്ത്? അവൻ സത്യ ദൈവവും നിത്യ ജീവനുമാകുന്നു. അതുകൊണ്ട് ഇവിടെ യേശുക്രിസ്തു യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ യോഹന്നാന്റെ അടുക്കലേക്ക് ആളയച്ചു, അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എന്താണ് സാക്ഷ്യം പറഞ്ഞത്? സത്യത്തിന് സാക്ഷി നിൽക്കുവാൻ, വെളിച്ചത്തിന് സാക്ഷി നിൽക്കുവാൻ അവന് മുന്നോടിയായി ഞാൻ വന്നിരിക്കുന്നു. തന്നെയല്ല, അവൻ ദൈവപുത്രനാണ്. എന്നാൽ ഇവിടെ പറയാത്ത മറ്റു ചില സാക്ഷ്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ അവിടെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കാണാൻ കഴിയുന്നു. യോർദാന്റെ ഇരുകരയിലും തടിച്ചുകൂടി നിൽക്കുന്ന ജനം
യോഹന്നാന്റെ പ്രഭാഷണം കേൾക്കുവാൻ കാതുകൊടുത്ത് നിൽക്കുന്ന ജനം, അവരുടെ നടുവിലൂടെ ഒരു 30 വയസ്സ് വരുന്ന യുവാവ് മന്ദം മന്ദം നടന്നു പോകുന്നത് കണ്ടപ്പോൾ അവനിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന് മഹത്വം. ആകിയാൽ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, യോഹന്നാൻ സാക്ഷ്യം പറഞ്ഞു. എന്ത്? യേശുവിനെ പിതാവാണ് ലോകത്തിലേക്ക് അയച്ചത്, എന്നിട്ടും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇനി രണ്ടാമത്തെ സാക്ഷ്യം ഒന്ന് വെളിപ്പെടുത്തട്ടെ. അതിൻ്റെ 36-ാമത്തെ വാക്യം നമുക്ക് വേഗത്തിൽ വായിക്കാം. യോഹന്നാൻ 5:36. താമസിക്കരുത്. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ. യോഹന്നാന്റെ സാക്ഷ്യം യേശു വെളിപ്പെടുത്തിയതിന് ശേഷം അടുത്തത് പറയുന്നു, യോഹന്നാൻ പറഞ്ഞ സാക്ഷ്യത്തെക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട്. എന്താണ്? ഞാൻ ചെയ്യുവാൻ പിതാവ് എനിക്ക് തന്ന പ്രവൃത്തി, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി തന്നെ പിതാവ് എന്നെ ലോകത്തിലേക്ക് അയച്ചുവെന്ന് സാക്ഷ്യം പറയുന്നു എന്നാണ്. 2-3 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വേഗത്തിൽ കൊണ്ടുപോകാം. 4-ാം അധ്യായം, എല്ലാം യോഹന്നാന്റെ സുവിശേഷം, 4-ാം അധ്യായം 34-ാം വാക്യം ഒന്ന് വായിച്ചു കേട്ടാട്ട്. യോഹന്നാൻ 4:34. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതത്രേ എൻ്റെ ആഹാരം. ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ചെയ്ത പ്രവൃത്തി ലോകത്തിലേക്ക് പിതാവായ ദൈവം തന്നെ അയച്ചതിൻ്റെ വലിയ തെളിവാണ്. അതുകൊണ്ടാണ് യേശു ഇവിടെയും പറയുന്നത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം അവൻ എനിക്ക് തന്ന പ്രവൃത്തി തികയ്ക്കുന്നതാണ്. ഇനി 10-ാം അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 25-ാം വാക്യവും 38-ാം വാക്യവും ഒന്ന് വായിക്കാം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം. യേശുക്രിസ്തു ലോകത്തിലേക്ക് പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞിട്ടും ഇവർ വിശ്വസിക്കാഞ്ഞപ്പോൾ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ എന്നിട്ടും വിശ്വസിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി തന്നെ അത് തെളിയിക്കുന്നുവെന്നാണ്. ഇനിയും അടുത്ത ഒരു വാക്യം, 30-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. 30. ഞാനും പിതാവും ഒന്നാകുന്നു. യഹൂദന്മാർ അവനെ എറിവാൻ പിന്നെയും കല്ല് എടുത്തു. 38-ാം വാക്യം, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കേണ്ട. നോക്ക്, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. അടുത്തത്, ചെയ്യുന്നുവെങ്കിലോ എന്നെ വിശ്വസിക്കാതിരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയേണ്ടതിന് പ്രവൃത്തിയെ വിശ്വസിക്കും. നിങ്ങള് ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങൾ വിശ്വസിച്ചാൽ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്നും ഞാൻ ചെയ്യുന്ന പ്രവൃത്തി പിതാവായ ദൈവത്താൽ ഞാൻ ലോകത്തിലേക്ക് അയക്കപ്പെട്ടവനാണെന്നും നിങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ട് ഈ അങ്കമാലിയിലുള്ള പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യത്തിലൂടെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അടുത്ത തെളിവ് യേശു ഇവിടെ തരികയാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. ഒറ്റ വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ 20:30-31 വാക്യങ്ങൾ. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാത്ത മറ്റ് അനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ വീണ്ടും കുറെ പ്രവർത്തികൾ യേശു ചെയ്തിട്ടുണ്ട്. ഇനി എന്തിനു വേണ്ടിയാണ് അത് വായിച്ചാട്ട്? എന്നാൽ യേശു ദൈവപുത്രനായ, എന്നാൽ ഈ പ്രവൃത്തി ഈ എഴുതിയിരിക്കുന്ന പ്രവൃത്തി എഴുതിയിരിക്കുന്നത് എന്തിനാണെന്ന് പറയുകയാണ്. വായിച്ചാട്ടെ. എന്നാൽ യേശു ദൈവപുത്രനെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഞാൻ ഇത് എഴുതി തന്നിരിക്കുകയാണ്. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, എത്രയോ ക്രിസ്റ്റൽ ക്ലിയറായി
സ്ഫുടമായി ഇവിടെ യേശു പറയുകയാണ്, യോഹന്നാന്റെ സാക്ഷ്യം പിതാവായ ദൈവത്താൽ ഞാൻ അയക്കപ്പെട്ടെന്ന് വ്യക്തമായി തെളിയിക്കുമ്പോൾ, ഞാൻ ചെയ്ത പ്രവൃത്തികൾ ഞാൻ പിതാവായ ദൈവത്താൽ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടുവെന്ന് തെളിയിക്കുമ്പോൾ, 40-ാം വാക്യം, എങ്കിലും എൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഇനി 3-ാമത്തെ തെളിവിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ 37-ാമത്തെ വാക്യം, 37, 6:37. അത് മറിക്കരുത്, അത് അവിടെ സൂക്ഷിച്ചോണം. 6:37. മറിഞ്ഞു പോയോ? ഇതിന്റെ ആ ചൂട് കളയാതെ. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അതല്ലല്ലോ, 5:37. എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിതാവായ ദൈവത്താൽ യേശുക്രിസ്തു ലോകത്തിൽ അയക്കപ്പെട്ടു എന്നതിൻ്റെ 1-ാമത്തെ തെളിവ് യോഹന്നാന്റെ സാക്ഷ്യം. 2-ാമത്തെ തെളിവ് പിതാവായ ദൈവം പുത്രന് ചെയ്യുവാൻ കൊടുത്ത പ്രവൃത്തി, ചെയ്ത പ്രവൃത്തി 2-ാമത്തെ തെളിവ്. 3-ാമത്തെ തെളിവ് പറയുകയാണ്, ഏതൊരു പിതാവാണോ ക്രിസ്തുവിനെ അയച്ചത്, ആ പിതാവിൻ്റെ സാക്ഷ്യം തന്നെ യേശുവിനെ അയച്ചതാണെന്നുള്ളതിൻ്റെ 3-ാമത്തെ തെളിവ്. എന്താണ് പിതാവിൻ്റെ സാക്ഷ്യം എന്നുള്ളതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വേഗത്തിൽ കൊണ്ടുവരട്ടെ. 1-ാമത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 18-ാം വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 8:18 വായിച്ചാണ്. ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു. ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറയുന്നു. എന്നെ അയച്ച പിതാവും എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. പലപ്പോഴും നമ്മെ കുറിച്ച് നാം തന്നെ സാക്ഷ്യം പറയുമ്പോൾ നമ്മുടെ സാക്ഷ്യത്തിന്റെ പരാജയം എന്താന്ന് ചോദിച്ചാൽ നമ്മളെ കുറിച്ച് മറ്റാരും സാക്ഷ്യം പറയാനില്ല. പക്ഷെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുവെന്ന് മാത്രമല്ല, എന്നെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറയുമ്പോൾ എന്നെ അയച്ച പിതാവ് താനും എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. അതുകൊണ്ട് പിതാവായ ദൈവം ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം ഒരു കാര്യം വ്യക്തമാക്കുകയാണ്. എന്ത്? പിതാവ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചുവെന്നുള്ളത്. എന്തായിരുന്നു പിതാവിൻ്റെ സാക്ഷ്യം? ഒരുപാട് സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുണ്ടെങ്കിലും വളരെ പരിചിതമായ 2 സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. നമുക്കറിയാവുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം. നമുക്കറിയാവുന്നതുപോലെ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ യേശു യോർദാൻ നദിയിലേക്ക് ഇറങ്ങി വന്നു. യോഹന്നാൻ വിലക്കുന്നുണ്ട്, പക്ഷെ യേശു പറയുന്നുണ്ട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകണം. അങ്ങനെ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്നാനപ്പെടുത്തി വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി വരുമ്പോൾ ഒരു തുറക്കപ്പെട്ട സ്വർഗം, ഒരു പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. പിതാവിന്റെ ശബ്ദം അവിടെ മാറ്റൊലി കൊണ്ടു, എന്ത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളത്. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, 30-ാം വയസ്സിൽ യോർദാൻ നദിയിൽ മുങ്ങിപ്പൊങ്ങിയപ്പോൾ തുറക്കപ്പെട്ട സ്വർഗത്തിലൂടെ പിതാവായ ദൈവത്തിന്റെ ശബ്ദം യോർദാന്റെ എല്ലാ കരകളിലും മാറ്റൊലി കൊണ്ട് വലയടിച്ചുവെന്നുള്ളത് നമുക്കറിയാം. ആ സാക്ഷ്യം ഒരു കാര്യം വ്യക്തമാക്കുന്നു, പിതാവിനാൽ അയക്കപ്പെട്ടവനാണ് ഈ പുത്രനെന്ന്. 2-ാമത്തെ സാക്ഷ്യം ജീവിതത്തിന്റെ അന്ത്യത്തോടടുത്തപ്പോഴാണ്. മറുരൂപമലയിൽ വെച്ച് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ഈ 3 വത്സല ശിഷ്യന്മാരുമായി ആ മലയിലേക്ക് ചെന്ന യേശു മോശ, ഏലിയാവ് തുടങ്ങിയവരുമായി സംഭാഷണം നടത്തിയപ്പോൾ അടുത്തത് കേൾക്കുന്ന ശബ്ദം എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീനെന്ന്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യേശുവിനെ നിങ്ങൾ എങ്ങനെയാണ് കരുതുന്നത്? കേവലം ഒരു മതസ്ഥാപകനായിട്ടാണോ, ഒരു പ്രവാചകനായിട്ടാണോ, ഒരു തത്വജ്ഞാനിയായിട്ടാണോ, ഒരു മതഗുരുവായിട്ടാണോ? അല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്യരുത്. ഒരിക്കൽ വിവേകാനന്ദ സ്വാമികൾ ചിക്കാഗോയിൽ വെച്ച് നടത്തിയ ആ വലിയ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹം ഒരു തനി പൗരസ്ത്യനാണ്, യേശു ഒരു തനി പൗരസ്ത്യനാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹത്തെ ആരാധിക്കുന്നവർ അദ്ദേഹത്തെ ദൈവമെന്ന് കണ്ട് ആരാധിക്കണം.
മനുഷ്യനായിട്ട് വലിച്ചു താഴ്ത്താനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ ആരാധിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് അദ്ദേഹം തുടർന്നത് ഇങ്ങനെയാണ്: അവിടുന്ന് ജീവിച്ച കാലത്താണ് ഞാൻ ജീവിച്ചിരുന്നതെങ്കിൽ എൻ്റെ ചങ്കിലെ രക്തം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പാദം കഴുകുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, യേശുവിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? മതസ്ഥാപകനായിട്ട് കാണരുത്, തത്വചിന്തകനായിട്ട് കാണരുത്, മതഗുരുവായിട്ട് കാണരുത്, കേവലം ഒരു പ്രവാചകനായി കാണരുത്. അത് അദ്ദേഹത്തോട് ചെയ്യുന്ന നിന്ദയാണ്. അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കണം. പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട സാക്ഷാൽ ദൈവമാണ് അവിടുന്ന്. ആ പിതാവിന്റെ സാക്ഷ്യമാണ് കേട്ടത്. ഇനി അടുത്ത സാക്ഷ്യത്തിലേക്കൂടെ ഞാൻ വേഗത്തിൽ വരട്ടെ. ഈ 5-ാം അധ്യായം തന്നെ 39-ാം വാക്യം വായിക്കാം. 5:39 വേഗത്തിൽ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അടുത്തത്, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. കേൾക്കുക, നിങ്ങൾ തിരുവെഴുത്തുകളെ സാക്ഷ്യം 4. 1 യോഹന്നാന്റെ സാക്ഷ്യം, 2 യേശുവിന്റെ പ്രവൃത്തിയുടെ സാക്ഷ്യം, 3 പിതാവാം ദൈവത്തിന്റെ സാക്ഷ്യം, 4 ദൈവവചനത്തിന്റെ തിരുവെഴുത്തിന്റെ സാക്ഷ്യം. ഇവിടെ തിരുവെഴുത്തെന്ന് ഉദ്ദേശിക്കുന്നത് പുതിയ നിയമം അന്നില്ല. പുതിയ നിയമം അതിനു ശേഷമാണ് ഉണ്ടായത്. അന്ന് നിലവിലിരുന്നത് പഴയ നിയമമാണ്. ആ പഴയ നിയമ തിരുവെഴുത്തിനെ ഉദ്ദേശിച്ചാണ് ഇവിടെ തിരുവെഴുത്തെന്ന് പറയുന്നത്. യഹൂദന്മാർ വായിക്കുകയും പഠിക്കുകയും ചെയ്തിരുന്നത് ഈ പഴയ നിയമ തിരുവെഴുത്തായിരുന്നു. അങ്ങനെ ആ പഴയ നിയമ തിരുവെഴുത്തിലൂടെ യേശു പറയുക, നിങ്ങൾ ആ തിരുവെഴുത്ത് ശോധന ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്, അവയിൽ നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. അവ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട രക്ഷിതാവാണ് യേശു ക്രിസ്തുവെന്ന് പഴയ നിയമ തിരുവെഴുത്തുകൾ ഇന്ന് രാത്രിയിൽ സാക്ഷ്യം പറയുന്നുണ്ട്. അതോടുള്ള ബന്ധത്തിൽ 2 വാക്യങ്ങൾ കൂടെ വളരെ വേഗത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം 44-ാം വാക്യം വായിക്കാം. ലൂക്കോസ് 24-ന്റെ 44-ാം വാക്യം വായിക്കാം. പിന്നെ അവൻ അവരോട് ഇതാകുന്നു നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾക്ക് ക്രിസ്തു ഒരു 3 വിഭജനം കൊടുത്തുകൊണ്ട് പറയുക, മോശയുടെ ന്യായപ്രമാണത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, സങ്കീർത്തന പുസ്തകങ്ങളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, പ്രവാചകന്മാരുടെ ഗ്രന്ഥങ്ങളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് പഴയ നിയമ തിരുവെഴുത്തുകൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആ തിരുവെഴുത്തുകളെ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഞാൻ പിതാവായ ദൈവത്താൽ ലോകത്തിലേക്ക് അയക്കപ്പെട്ടത്. അതുകൊണ്ടാണ് 40-ാം സങ്കീർത്തനത്തിലും എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുവിന്റെ വാക്കുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം തുറന്ന് ആകാശത്തെ ചായിച്ച് കന്യകയുടെ മകനായി കാലത്തിലേക്ക് ജനിച്ച യേശുക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം ലോകത്തിലേക്ക് ജനിച്ചതാണ്. അതാണ് 1 കൊരിന്ത്യർ 15-ന്റെ 3-4 വാക്യങ്ങളിൽ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്തുവും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. മറ്റൊരു വാക്യം കൂടെ ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 46-47 വാക്യങ്ങൾ കൂടെ വായിച്ചാട്ട്. ലൂക്കോസ് 24-ന്റെ 46-47. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും, കേൾക്കണം, അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണമെന്ന് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. എഴുതിയിരിക്കുന്നു. ആ വാക്കിന് അടിവരയിടണം. എഴുതിയിരിക്കുന്നു. എവിടെ എഴുതിയിരിക്കുന്നു? മത്തായി സുവിശേഷത്തിലല്ല, അന്നത് എഴുതിയിട്ടില്ല. ലൂക്കോസിലല്ല, അന്നത് എഴുതിയിട്ടില്ല. യോഹന്നാനിലല്ല, അന്നത് എഴുതിയിട്ടില്ല.
ലേഖനങ്ങളിലല്ല, അന്നത് എഴുതിയിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തികളിലല്ല, അന്നത് എഴുതിയിട്ടില്ല. പിന്നെ എവിടെയാണ് എഴുതിയിരിക്കുന്നത്? പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിൽ. ആകയാൽ എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, ഇവിടെ യേശുക്രിസ്തു യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു, അവ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. നോക്ക്, പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട ദൈവം, പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട രക്ഷിതാവ്, പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട മശിഹ യേശുക്രിസ്തുവാണെന്നുള്ളതിൻ്റെ 4 തെളിവുകൾ ഞാൻ ഓർപ്പിച്ചു. 1, യോഹന്നാൻ സ്നാപകന്റെ തെളിവ്. 2, യേശു ചെയ്ത പ്രവർത്തികളുടെ തെളിവ്. 3, പിതാവായ ദൈവത്തിന്റെ തെളിവ്. 4, പഴയ നിയമ തിരുവെഴുത്തുകളുടെ തെളിവ്. ഇത് മുഴുവൻ നിരത്തി വെച്ചതിനു ശേഷം യേശു അവരോട് പറയുകയാണ്, എന്നിട്ടും, ആ വാക്കിന് അടിവരയിടണം കേട്ടോ, നമ്മുടെ മനസ്സിൽ കോറിയിടണം. എന്നിട്ടും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. അങ്കമാലിക്കാരെ, ഇന്നു രാത്രി നിങ്ങളോടും യേശു പറയുന്നത് അതേ കാര്യം തന്നെയാണ്. ദൈവപുത്രൻ ലോകത്തിൽ പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്നും വിവിധ തെളിവുകളിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ലെന്നുള്ള ആ വലിയ പരാജയം ഇന്ന് രാത്രിയിൽ സമ്മതിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ വരാതിരുന്നത്? അതിൻ്റെ കാരണം കൂടി ഓർപ്പിച്ച് എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഇത്രയും തെളിവുകൾ ഹാജരാക്കിയിട്ടും യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് ജീവൻ പ്രാപിക്കാൻ മനസ്സില്ലാതെ വന്നതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അക്കമിട്ടുകൊണ്ട് വേഗത്തിൽ പറയുന്നു. അതും 5-ാം അധ്യായത്തിൽ നിന്നു തന്നെ 38-ാം വാക്യം വായിച്ചാട്ട്. 38-ാം വാക്യം. അവന്റെ രൂപം കണ്ടിട്ടില്ല, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. അതാ ഒന്നാമത്തെ കാര്യം. എന്തുകൊണ്ട് ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ വന്നില്ല? ഒന്നാമത്തെ കാരണം എന്താ? അവന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല. അവന്റെ വചനം അങ്കമാലിയിലുള്ള ആളുകളിൽ വസിച്ചിരുന്നെങ്കിൽ നിശ്ചയമായും നിത്യജീവൻ നിങ്ങൾ പ്രാപിക്കുമായിരുന്നു. എന്തുകൊണ്ട് പ്രാപിക്കുന്നില്ല? മറ്റു പലരുടെയും വചനമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. നാളെ രാത്രിയും കൂടെ യോഗമുള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എൻ്റെ അമ്പ് വിടാൻ ആഗ്രഹിക്കുന്നില്ല. നാളെ കൂടെ നിങ്ങൾ സത്യമറിയാൻ വരണമെന്നൊരു താല്പര്യം എനിക്കുണ്ട്. എങ്കിലും ഞാൻ ഓർപ്പിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ വചനമല്ല ഇന്ന് ക്രൈസ്തവ സമൂഹത്തിലുള്ള മേലാളന്മാർ മുതലുള്ളവരുടെ ഹൃദയത്തിലുള്ളത്. ക്രിസ്തുവിൻ്റെ വചനം വസിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. ക്രിസ്തുവിൻ്റെ വചനം വസിക്കാത്തത് കൊണ്ട്. യെസ്, റോമാലേഖനം 10-ാം അധ്യായം 17-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പോയി പ്രസംഗിക്കും? വചനം കേൾവിയാലും വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അതുകൊണ്ട് വിശ്വാസം നമ്മുടെ ഉള്ളത്തിലേക്ക് വരണമെന്ന് വരികില് ദൈവത്തിന്റെ വചനത്തെ മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ രാത്രി അങ്കമാലിക്കാരെ, അകത്തും പുറത്തും ഉള്ളവരെ, ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്നവരെ, ദൈവശ്വാസീയമായ തിരുവെഴുത്തെന്ന് പറയുന്ന, യഹോവയുടെ പുസ്തകമെന്ന് പറയുന്ന, ദൈവത്തിന്റെ വചനമെന്ന് പറയുന്ന, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരപ്പെട്ടിരിക്കുന്ന ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നെങ്കിൽ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരാം. പക്ഷേ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നില്ല. രണ്ടാമത്തെ കാരണം എന്താണ്? വീണ്ടും 38-ാം വാക്യം ഇപ്പോൾ വായിച്ചു നിർത്തിയതിന്റെ താഴഭാഗത്തേക്കൊന്ന് വന്നാട്ട് താഴഭാഗം വായിക്കാം. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. അതാ രണ്ടാമത്തെ കാര്യം. നിങ്ങളുടെ ഹൃദയത്തിൽ വചനം വസിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവൻ അയച്ചവനെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിക്കുന്നില്ല. അതാണ് രണ്ടാമത്തെ കാരണം. വിശ്വസിച്ചിരുന്നെങ്കിൽ അവന്റെ അടുക്കലേക്ക് വന്ന് നിങ്ങൾ ജീവൻ പ്രാപിക്കുമായിരുന്നു. ഞാനൊരു കാര്യം അങ്കമാലിക്കാരോട് പറയട്ടെ. ഇയാൾ കോട്ടയത്ത് നിന്ന് വന്നത് കാര്യം പറയാനാണോ? അതെ, കാര്യം പറയാനാ വന്നത്. എന്താണ് ആ കാര്യമെന്നറിയാമോ? ദൈവം പ്രസാദിക്കുന്നത് എന്താണ്? വിശ്വാസമാണ്. പറയാം നിങ്ങളോട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം
28ഉം 29ഉം വാക്യങ്ങൾ ഞാൻ എന്താ പറയുക, എനിക്ക് ആ വാക്യമൊക്കെ മനപ്പാഠം അറിയാം. പറയാത്തതിൻ്റെ കാരണം ഇയാൾ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് ആർക്കെങ്കിലും സംശയം വരാതിരിക്കാൻ വായിപ്പിച്ച് കേൾപ്പിക്കുക. വായിച്ചാട്ട് യോഹന്നാൻ 6:28ഉം 29ഉം വേഗത്തിൽ. അവർ അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക അത്രേ എന്ന് ഉത്തരം പറഞ്ഞു. മാളവരൊക്കെ കേട്ടല്ലോ. ഒരു കൂട്ടം യഹൂദന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുക, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? ഈ ചോദ്യം കേട്ടാൽ തോന്നും ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി നീ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. എന്നാൽ യേശു പറഞ്ഞ മറുപടി എന്താണെന്ന് നാം കേട്ടില്ലേ? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ, അറിയാവുന്നവർ എൻ്റെ കൂടെ പറ, മരംകുറ്റി പോലിരിക്കാതെ, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ താൻ അയച്ചവനിൽ വിശ്വസിക്കുന്നതത്രേ. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് എന്തെങ്കിലും ചെയ്യുന്നതല്ല. ഞാൻ വ്യക്തമായിട്ട് പറയാം, ഒരു തീർത്ഥാടനം നടത്തുന്നതല്ല, ഒരു നൊയമ്പ് നോക്കുന്നതല്ല, കാണിക്കകളും കാഴ്ചകളും അർപ്പിക്കുന്നതല്ല, യാഗങ്ങളും യോഗങ്ങളും നടത്തുന്നതല്ല. അത് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയല്ല. മീഖായുടെ പ്രവചനം 7-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരികെ വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ദൈവത്തിന് മുൻപാകെ എന്തൊന്നും കൊണ്ട് ചെല്ലും? 1000-10,000 തൈല നദികളുമായി ചെല്ലണോ? 1000 ആടുമാടുകളുമായി ഞാൻ ചെല്ലണോ? ഏറ്റവും ഒടുവിലായി പറയുന്നു, എൻ്റെ ഏകജാതനായ പുത്രനുമായി ഞാൻ ആദ്യജാതനായ പുത്രനുമായി ചെല്ലണോ? എന്തിന്? എൻ്റെ പാപങ്ങൾക്ക് പരിഹാരത്തിനായി. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുകയാണ്, എൻ്റെ ആദ്യജാതനെ അർപ്പിച്ചാൽ എനിക്ക് പാപങ്ങൾക്ക് പരിഹാരമില്ല. 1000-10,000 തൈല നദികൾ ഒഴുക്കിയാലും പിന്നെ ഒരു തൊടവുമായിട്ട് ചെല്ലുന്നത്. 1000-10,000 തൈല നദികൾ ഒഴുക്കിയാലും എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമില്ല. അദ്ദേഹം അതാണ് പറയുന്നത്. ആട്ടുകൊറ്റന്മാരെയും കാളക്കിടാക്കളെയും 1000 അർപ്പിച്ചാലും എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ സത്യം അറിഞ്ഞിട്ട് വേണം പോകാൻ. ഇവർ ചോദിക്കുന്നു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? മറുപടി എന്താ? കേട്ടോളൂ, കോറിയിട്ടുകൊള്ളുക മനസ്സിൽ. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ലളിതമായ മാർഗത്തിലൂടെ ദൈവം ജനത്തെ രക്ഷിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. വിശ്വാസത്താലാണ് രക്ഷ, വിശ്വാസത്താലാണ് നീതീകരണം, വിശ്വാസത്താലാണ് പാപമോചനം, വിശ്വാസത്താലാണ് പ്രത്യാശ, വിശ്വാസത്താലാണ് സമാധാനം, വിശ്വാസത്താലാണ് കൃപ, വിശ്വാസത്താലാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വാസം. പൗലോസ് ചോദിക്കുന്നു, കർമ്മമാർഗം എവിടെ? അത് പോയിരിക്കുന്നു. അങ്കമാലിക്കാരോട് ഞാൻ പറയുന്നു, കർമ്മമാർഗം എവിടെ? അത് പോയിരിക്കുന്നു. കർമ്മമാർഗത്താ രക്ഷയില്ല. ഉണ്ടായിരുന്നെങ്കിൽ യേശു ഭൂമിയിൽ വന്നു മരിക്കാൻ ആവശ്യമില്ലായിരുന്നു. ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കാത്തിടത്തോളം കാലം ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. മൂന്നാമത്തെ കാരണത്തിലേക്ക് വളരെ വേഗത്തിൽ കടന്നു വരട്ടെ. അതിൻ്റെ 42-ാമത്തെ വാക്യം വായിച്ച്. എല്ലാം നിങ്ങൾക്കറിയാം, അവിടുന്നും ഇവിടുന്നുമല്ല. 5-ാം അധ്യായത്തിൽ നിന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 45 മിനിറ്റായി. അതിൽ നിന്ന് തന്നെ കുടിച്ച് തീർക്കാതെ അന്തം വിട്ടിരിക്കുക. അടുത്തതൊന്ന് വായിച്ച് 42-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ദൈവസ്നേഹം ദൈവസ്നേഹമില്ല. ജീവൻ പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരാൻ ഈ ജനത്തിന് മനസ്സില്ലാതിരുന്ന മൂന്നാമത്തെ കാരണം, നിങ്ങൾക്ക് എന്തില്ല? നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ല. നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? മതസ്നേഹമുണ്ട്. അടിവരയിടണേ, മതസ്നേഹമുണ്ട്.
ഇനിയും നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? പള്ളി സ്നേഹമുണ്ട്, ഇല്ലയോ? നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? പുണ്യവാളന്മാരോട് സ്നേഹമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ എന്തുണ്ട്? വിശുദ്ധന്മാരാക്കിയ വിശുദ്ധന്മാരോട് സ്നേഹമുണ്ട്. ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിൽ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ തൊട്ടുകൂട്ടാൻ പോലുമില്ല, തൊട്ടുകൂട്ടാൻ പോലും. പിന്നെങ്ങനെയാണ് ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്ക ചെല്ലാൻ കഴിയുന്നത്? അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരട്ടെ. ഇതെങ്ങനെയാ വരേണ്ടത്? ഞാൻ വായിപ്പിക്കാതെ പറയുക. റോമാലേഖനം 5-ാം അധ്യായം 3-ാം വാക്യം. ദൈവസ്നേഹം നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ എന്ത് ചെയ്തിരിക്കുന്നു? നിറച്ചിരിക്കുന്ന. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് ദൈവസ്നേഹം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വരുന്നത്. പരിശുദ്ധാത്മാവ ദൈവസ്നേഹത്താൽ നിറയ്ക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്ന് നിത്യജീവൻ അനുഭവിക്കണം. ദൈവസ്നേഹമല്ലേ ക്രൂശിൽ കാണുന്നത്? ഈ രാത്രിയിൽ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലല്ലേ, സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കല്ലേ ക്രൂശിൽ കാണുന്നത്? സ്നേഹത്തിൻ്റെ അനർഗള പ്രവാഹമല്ലേ ആ ക്രൂശിൽ കാണുന്നത്? സ്നേഹത്തിൻ്റെ ആൾരൂപമല്ലേ ആ ക്രൂശിൽ മൂന്നാണികളാൽ തൂങ്ങിക്കിടക്കുന്നത്? മാനവജാതിയുടെ പാപത്തെ ചുമന്ന് തൻ്റെ ശരീരത്തിൽ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി മൂന്നാണികളാൽ തൂങ്ങിക്കിടക്കുന്നു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, രൂപം കണ്ടാൽ മനുഷ്യനല്ലെന്ന് തോന്നുമാറ് വിരൂപനായിരിക്കുന്ന ഒരു മാംസപിണ്ഡം. എൻ്റെ അങ്കമാലിക്കാരെ, ദൈവം നിനക്ക് വേണ്ടി ഇനി എങ്ങനെയാ നിന്നെ സ്നേഹിക്കേണ്ടത്? നീ പറ. നിന്റെ കൊച്ചിന് സുഖം വന്നിട്ട് വേണോ? നിന്റെ രോഗം മാറിയിട്ട് വേണോ? നിന്റെ കടം വീട്ടിയിട്ട് വേണോ? നിന്നെ പേർഷ്യയ്ക്ക് വിടാൻ വീസ തന്നിട്ട് വേണോ? കാനഡയ്ക്ക് വിടാൻ വീസ തന്നിട്ട് വേണോ? UK വിടാൻ വീസ തന്നിട്ട് വേണോ? അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന വചനത്തിലൂടെ അബദ്ധസഞ്ചാരം നടത്തുന്ന കുറെ ആളുകളുണ്ട്. ആ കുരുക്കിൽ പോയി വീഴരുത്. ദൈവസ്നേഹം വെളിപ്പെടുന്നത് എങ്ങനെയാ? തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം നമുക്കൊന്നിച്ച് ഇവിടെ ഇരുന്നൊന്ന് പറയാം. അറിയാമെന്നവർ ദൈവഭക്തന്മാർ പറഞ്ഞാട്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ഹല്ലേലൂയ. ദൈവത്തിനു മഹത്വം. ദൈവസ്നേഹത്തിൻ്റെ ആൾരൂപം. ഞാൻ പറയട്ടെ, ദൈവസ്നേഹത്തിന് കാലുവെച്ച, ദൈവസ്നേഹത്തിന് കൈവച്ച, ദൈവസ്നേഹത്തിന് കാതുവെച്ച, ദൈവസ്നേഹത്തിന് മൂക്ക് വെച്ച, ദൈവസ്നേഹത്തിന് വായ് വെച്ച, ദൈവസ്നേഹത്തിന് വയറ് വെച്ച ആര്? അതാണ് ക്രിസ്തു. സ്തോത്രം. അതാണ് ക്രിസ്തു. ആ ദൈവസ്നേഹം കാണാൻ 25 വരാൻ പോവുക. ഒത്തിരി പറയാനുണ്ട്. 25 വരാൻ പോവുക. എന്നാ ഓർക്കുന്നത്? ആരെയാ ഓർക്കുന്നത്? ഉണ്ണീശോയ. അതാ വന്ന കുഴപ്പം മുഴുവൻ. പിള്ളേരെ കളിപ്പിക്കാമല്ലോ, വളർന്നവരെ കളിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോഴും 33.5 വയസ്സ് വരെ ജീവിച്ച പുള്ളി പോയി. എന്നിട്ടും അദ്ദേഹത്തെ എന്നാ വിളിക്കുന്നത്? ഉണ്ണി പിറന്ന നാൾ എന്നും പറഞ്ഞല്ലേ പാടുന്നു. ഉണ്ണി. അത് കളിയാക്കുക. ദൈവത്തെ തുച്ഛീകരിക്കരുത്. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്നവരോട് ഒരു യാചനയുണ്ട്. നിങ്ങൾ ക്രിസ്തുമസ് ആചരിക്കും, അതൊക്കെ ചെയ്തു. ഉണ്ണീശോ ഒന്ന് ദയവ് ചെയ്ത് പറയരുത്. കാര്യം പിള്ളേരെ കളിപ്പിക്കാം. ഇപ്പം അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം മുതിർന്നു കേട്ടോ. അദ്ദേഹം ഇപ്പോൾ സ്വർഗത്തിലുണ്ട്, മധ്യസ്ഥനായി, മഹാപുരോഹിതനായി. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ 25 പറഞ്ഞതുകൊണ്ട് ഇനി ദുഃഖവെള്ളിയാഴ്ച എൻ്റെ അമ്മയുണ്ടല്ലോ, ഒരു വലിയ യാക്കോബക്കാരത്തിയായിരുന്നു അച്ഛാ, വലിയ യാക്കോബക്കാരത്തി. എൻ്റെ അപ്പൻ ഒരു നല്ല CSI കാരനുമായിരുന്നു. അങ്ങനെ CSI കാരൻ അപ്പൻ്റെയും യാക്കോബക്കാരത്തി അമ്മയുടെയും മകനായി, CSI കാരനായി, 3ാമത്തെ മകനായി വീട്ടിൽ ജനിച്ച ഒരു പുത്രനാ ഞാൻ ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ വരുമ്പോൾ എൻ്റെ അമ്മാച്ചന്മാരെ കാണാൻ അവിടെ എത്തും. അമ്മാച്ചന്മാരെന്നെ കൊണ്ടുപോകും. കാരണം റാസയൊക്കെ കഴിഞ്ഞാൽ നല്ല കഞ്ഞിയും കടുമാങ്ങായും പയറും പപ്പടവും ഒക്കെ കിട്ടും. വീട്ടിൽ ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ലേ, എല്ലാവരും കൂടെ ചേർന്ന് ഇതൊന്ന് അടിക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ കുഞ്ഞുനാളിൽ ഞാൻ പോകുമ്പോൾ
കരഞ്ഞോണ്ടാ ആ പള്ളിക്ക് ചുറ്റിലും നടക്കുന്നത്. എന്താ പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്നറിയാമോ? നിങ്ങൾക്കറിയാം അത്. എൻ്റെ പ്രിയ മകനെ, എൻ്റെ ഓമന മകനെ, ഇവർ നിന്നെ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നുവെന്ന് പ്രാവിനെ പോലെ കുറുകിക്കരയാൻ തുടങ്ങി. ആരെ? മറിയ. അയ്യോ മറിയ കരയട്ടെ, നീ കരയുന്നുണ്ടോ? നീ കരയുന്നുണ്ടോ? കുരിശു എടുത്തുകൊണ്ട് യേശുവിൻ്റെ പുറകെ കുറേ പിള്ളേരെ, കുറേ സ്ത്രീകൾ മാറത്തടിച്ചു പോയപ്പോൾ യേശു തിരിഞ്ഞ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. ദുരന്തം വരാൻ പോവുക. അങ്കമാലിക്കാരെ ദുരന്തം വരാൻ പോകുക. എന്നും ഇങ്ങനെ ജീവിച്ചു കച്ചവടവും ചെയ്ത് തണ്ണി അടിച്ച് ദുർമാർഗത്തിലൂടെ ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. കഞ്ചാവടിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. ലഹരി കഴിച്ച് ലഹരിയായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. ഇതിനെല്ലാം ഒരന്തം വരാൻ പോകുക. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവസ്നേഹത്തിലേക്ക് വരിക. ഞാൻ പാട്ടുകാരനൊന്നുമല്ല, ചുണയായിട്ടൊക്കെ ഇരിക്കുന്ന ഈ പ്രസംഗമൊക്കെ ചെയ്തിട്ട് ചില കഞ്ഞി കുടിച്ചാൽ ഇതിനേക്കാൾ ബലമുണ്ട്. എനിക്ക് മുമ്പ് പ്രസംഗിച്ച പ്രസംഗരൊന്നും വിട്ടുകയില്ല. കാര്യം ഇപ്പം എനിക്ക് 10-71 വയസ്സായെന്നേ എനിക്ക് പറയാം. ഇത്രയും നല്ല പ്രസംഗം കേട്ടിട്ട് ഇരിക്കുന്നില്ല. നിങ്ങളൊക്കെ ഓക്കെയാ. ദൈവസ്നേഹം. ഒരു പാട്ടുകാരൻ ഭക്തൻ പാടുന്നില്ലേ? നമുക്ക് ആ 2 ലൈൻ പാടാം. ഇത്ര സ്നേഹം മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ. മനുഷ്യരിൽ എന്തു നന്മ കണ്ടു നീ രക്ഷകരാ. കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ശിരസ് മുതൽ പാദം വരെ രക്തഭിഷക്തനായി ഒരു തുണിക്കണ്ടം നഗ്നത മറച്ച് കിടക്കുന്നവന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ഭക്തം പാടുകയായി, ഇത്ര സ്നേഹം ഇരുവാൻ. ഇതിലപ്പുറം ആരാണ് നമ്മളെ സ്നേഹിക്കാനുള്ളത്? അങ്കമാലിക്കാരെ, ഭാര്യ ഒരു സുപ്രഭാതത്തിൽ ഇട്ട് വല്ലവന്റെയും പുറകെ പോകുന്നത് കേട്ടിട്ടില്ലേ? ഭാര്യയെ ഇട്ടിട്ട് വല്ലവരുടെയും പരസ്ത്രീയുടെ പുറകെ പോകുന്നത് കേട്ടിട്ടില്ലേ? ഇത്രയുള്ളൂ മനുഷ്യ സ്നേഹമെന്ന് പറയുന്നത്. എത്ര കുഞ്ഞുങ്ങളെയാണ് കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നത്? ഇത്രയുള്ളൂ മനുഷ്യ സ്നേഹം. എന്നാൽ ഈ ശവക്കുഴി കൊണ്ട് അവസാനിക്കാത്ത, അണമുറിയാത്ത, നിത്യതയിലും തുടരുന്ന പരമസ്നേഹമാണ് നമ്മിൽ വസിക്കേണ്ടത്. ഇവരിലാ ദൈവസ്നേഹം വസിക്കാത്തതിനാൽ ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിൻ്റെ അടുക്കൽ വരുവാൻ അവർക്ക് മനസ്സില്ലാതെ വന്നു. ഇനിയും അതിൻ്റെ 3-ാമത്തെ കാരണം എന്താണെന്ന് നോക്കാം. 43-ാമത്തെ വാക്യം വായിച്ചേ. 43. ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. എന്താ വരാത്തതിൻ്റെ 3-ാമത്തെ കാരണം പറയുക. ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നപ്പോൾ നിങ്ങൾ എന്നെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വരുന്നു, നിങ്ങൾ അവനെ എന്ത് ചെയ്യും? കൈക്കൊള്ളും. ഇന്നത്തെ ഗതികേടല്ലേ അത്? പിതാവിന്റെ നാമത്തിൽ വന്ന പുത്രനെ കൈക്കൊള്ളാത്ത ജനം, സ്വന്തം നാമത്തിൽ വരുന്ന ചില സ്ത്രീകളുണ്ട്. പേരൊന്നും പറയുന്നില്ല, പേരെല്ലാം എൻ്റെ നാവിൽ തത്തിക്കളിക്കുന്നുണ്ട്. യോഗം നല്ല വിധത്തിൽ പരിസമാപ്തിയിലേക്ക് എത്തണമെന്ന് കരുതി അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. സ്വന്തം നാമത്തിൽ വരുന്ന കുറെ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, ആൾ ദൈവങ്ങളുണ്ട്. അവരെ ഇരുകരവും നീട്ടി സ്വീകരിക്കുന്ന മാളോരെ, നീ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാ. ദൈവം അവരെ ആരെയും അയച്ചിട്ടില്ല. ദൈവം അയച്ചതൊരുവനെ മാത്രം, തന്റെ പുത്രനെ. നിങ്ങളുടെ പാപങ്ങളെ അഴിക്കാൻ, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കാൻ, നിങ്ങളുടെ മരണത്തിന്റെ ഭാഷങ്ങളെ അഴിക്കാൻ ഒറ്റയൊരുത്തനെ ലോകത്തിൽ പിതാവ് അയച്ചിട്ടുള്ളൂ. പിതാവിന്റെ നാമത്തിൽ വരുന്ന ക്രിസ്തുവിനെ കൈക്കൊള്ളാതെ സ്വന്തം നാമത്തിൽ വരുന്നവരെ കൈക്കൊണ്ടാൽ നിന്റെ ന്യായവിധി ഭയങ്കരമായിരിക്കുമെന്ന് ഓർപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. കേൾക്കണോ നിങ്ങൾക്ക്? ഞാനൊരു കാര്യം കൂടെ പറയാം.
ഇവരെ യേശുവിനെ കൈക്കൊണ്ടില്ല കേട്ടോ. ഈ സാക്ഷികളൊക്കെ നിരത്തി വെച്ചിട്ടും ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് അവർ വന്നില്ല. വരാതിരുന്നപ്പോൾ ഏറ്റവും ഒടുവിൽ യേശുവിനെ പിടിച്ച് ക്രൂശിക്കാൻ പോവുക. പീലാത്തോസ് ആവോളം യേശുവിനെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു. ഒടുവിൽ ചോദിച്ചു, രണ്ടുപേരെ ഉത്സവത്തിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഒരാളെ വെറുതെ വിട്ടുതരുന്ന ഒരു പതിവുണ്ടല്ലോ. ഈ പാവം പീലാത്തോസ് വിരിച്ചത് യേശുവിനെ അവർ ചോദിക്കുമെന്ന്. പക്ഷേ അവർ മനഃപൂർവ്വം പറഞ്ഞു, ബറബാസിനെ മതി. വീണ്ടും ഇദ്ദേഹം ചോദിച്ചു, അങ്ങനെയെങ്കിൽ യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞു, അവനെ ക്രൂശിക്കുക, ക്രൂശിക്കുക, ക്രൂശിക്കുക. ഇന്നല്ലേ അങ്കമാലിക്കാർ ചെയ്യുന്നതും ഇത് തന്നെയല്ലേ? ഈ ലോകം ചെയ്യുന്നത് ഇതല്ലേ? കേരളം ചെയ്യുന്നത് ഇതല്ലേ? ഇന്ത്യ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതല്ലേ? കള്ളന്മാരെയും കവർച്ചക്കാരെയും ഒക്കെ വേണം, നിഷ്കളങ്കനായ യേശുവെന്ന രക്ഷിതാവിനെ ആർക്കും വേണ്ട. അപ്പോൾ ഈ പീലാത്തോസ് എന്താ ചെയ്തത് നമുക്കറിയാം. ഒരു പാത്രം എടുത്ത് വെള്ളത്തിൽ കൈ കഴുകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, എനിക്ക് പങ്കില്ല. അപ്പോൾ ആ യഹൂദ പരീക്ഷകൾ തലയ്ക്ക് കൈവച്ചുകൊണ്ട് ആർത്തട്ടഹസിച്ച് പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അന്നാരംഭിച്ചതാണിത്. അന്നാരംഭിച്ചത് ഈ ഹമാസിന്റെ ആക്രമണം എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ്. AD 70 ആരംഭിച്ചത്. ദേശത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ട ഈ സന്തതികള് ഹിറ്റ്ലറിന്റെ കാലത്ത് 60 ലക്ഷത്തെയാണ് ഗ്യാസ് ചേംബറിലേക്ക് കടത്തി വിഷവാതകം ശ്വസിപ്പിച്ച് കൊന്നൊടുക്കി കളഞ്ഞത്. അന്നു മുതൽ വിവിധ സ്ഥലങ്ങളിൽ ചിതറിക്കപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ഇവരുടെ പീഡനം അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഒടുവിൽ മഹാപീഡനകാലം എന്ന് പറയുന്ന 7 വർഷത്തെ എതിർ ക്രിസ്തുവിന്റെ ഭരണകാലമുണ്ട്. ആ കാലത്തെ കുറിച്ച് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, അത് യഹൂദനൊരു കഷ്ടകാലമായിരിക്കും. ഒരു ജാതി ഉണ്ടായിട്ടുള്ളതിൽ ഇതുവരെ സംഭവിക്കാത്ത വലിയ കഷ്ടമാണ് അന്നാളിലുണ്ടാകുന്നത്. എന്താണ് ഞാൻ ഓർപ്പിച്ചതിൻ്റെ സാരം? പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ വന്ന ക്രിസ്തുവിനെ കൈക്കൊള്ളാതെ സ്വന്തം നാമത്തിൽ വരുന്നവരെയും ഒടുവിലായി എതിർ ക്രിസ്തുവിനെയും അവർ കൈക്കൊള്ളുന്നതിൻ്റെ ദുരന്തമാണ് യഹൂദൻ അനുഭവിക്കാൻ പോകുന്നതെങ്കിൽ അങ്കമാലിക്കാർക്കും ഇതിൽ നിന്ന് ഒരു വിമോചനമില്ല. യേശു ക്രിസ്തുവിനെ, പിതാവിന്റെ നാമത്തിൽ വന്ന ക്രിസ്തുവിനെ കൈക്കൊള്ളാതെ സ്വന്തം നാമത്തിൽ വന്നവരെയൊക്കെ കൈക്കൊണ്ടു പോകുന്ന നിങ്ങളുടെ ആ പ്രവൃത്തി ഉണ്ടല്ലോ, നിങ്ങളുടെ ന്യായവിധിയിലേക്കാണ് നടത്തുന്നത്. അമ്പമ്പോ ന്യായവിധിയിലേക്ക് പോകാതെ പിതാവിന്റെ നാമത്തിൽ വന്ന ക്രിസ്തുവിനെ, യോഹന്നാൻ 1:12, അവന്റെ നാമത്തിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അതുകൊണ്ട് പിതാവിന്റെ നാമത്തിൽ വന്നവനെ കൈക്കൊള്ളുക, അവന്റെ അടുക്ക ചെന്ന് നിത്യജീവൻ പ്രാപിക്കുക. ഇനി അടുത്ത കാരണം എന്താ അടുക്ക ചെല്ലാത്തത്? 44-ാം വാക്യം വായിക്കാം. 44 വേഗത്തിൽ. തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? അതാണ് അടുത്ത കാരണം. യേശുക്രിസ്തുവിന്റെ അടുക്ക ചെന്ന് ജീവൻ പ്രാപിക്കാൻ ഇവർക്ക് മനസ്സില്ലാത്തതിൻ്റെ 4-ാമത്തെ കാരണമാണ്, 5-ാമത്തെ കാരണമാണ് അവിടെ പറയുന്നത്. എന്താണ്? ദൈവത്തിന്റെ ബഹുമാനം ഇവരെന്ത് ചെയ്യുന്നില്ല, അന്വേഷിക്കുന്നില്ല. ഇവർക്കാരുടെ ബഹുമാനം മതി? തമ്മിലുള്ള ബഹുമാനം. ഇന്നും അങ്ങനെയാണല്ലോ, ഇന്നും അങ്ങനെയല്ലേ? ആദ്യത്തെ പ്രസംഗകൻ രണ്ടാമത്തവനെ പൊക്കും, രണ്ടാമത്തവൻ പ്രസംഗം ഒന്നാമത് പ്രസംഗിച്ചവനെ പൊക്കും, പാട്ടുകാർ പ്രസംഗകനെ പൊക്കും, പ്രസംഗകൻ പാട്ടുകാരെ പൊക്കും. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, കഴിഞ്ഞ 48 വർഷമായി ഞാൻ ഒരുത്തനെ പൊക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് വേറെ ഒരുത്തനെ പൊക്കാനൊട്ട് നേരവുമില്ല, എന്നെ ആരും ഒട്ടു പൊക്കുകയും വേണ്ട. അതാ എൻ്റെ ചിന്താഗതി. എന്നെ ആരും ഒട്ടു പൊക്കുകയും വേണ്ട, എനിക്ക് ആരെയും ഒട്ടു പൊക്കാനും നേരമില്ല. ഇവനെ പൊക്കിയിട്ട് ഇതുവരെ മതിയായില്ല. യെസ്, ഇവനെ പൊക്കിയിട്ട് ഇതുവരെ മതിയായില്ല. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുക, ഈ നവംബർ 29 ആയപ്പോൾ 70 തികഞ്ഞ് 71 കയറി തോന്നുകയില്ല. നല്ല മനസ്സിൻ്റെ കുഴപ്പം ഇതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ വ്യക്തമായി പറയട്ടെ, കഴിഞ്ഞ 48 വർഷമായി ഇവനെ പൊക്കിയിട്ടും എനിക്ക് മതിയാകുന്നില്ല.
മതിയാകുന്നില്ല. ഭയങ്കര വിക്കുള്ള നാവായിരുന്നെന്ന് ഇപ്പൊ കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയല്ല. 10ാം ക്ലാസ് വരെ ഭയങ്കര വീക്കനായിരുന്നു. EMS പറഞ്ഞതുപോലെ എപ്പോഴും ഇല്ലായിരുന്നു, സംസാരിക്കുമ്പോൾ മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. അങ്ങനെ ഭയങ്കര വീക്ക്. ഒരു വാക്ക് കിട്ടി, അടുത്ത വാക്ക് കിട്ടിയില്ല, മേല് കീഴി ചാടും, ഇല്ലേ 2 കൈയും കൊണ്ട് തുടക്കിങ്ങനെ അടിക്കും. എന്നാൽ ഈ ദൈവപുത്രനായി യേശുവിൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടതിന് എൻ്റെ അമ്മയുടെ ഗർഭം മുതൽ എന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം സമയമായപ്പോൾ എൻ്റെ നാവിൻ്റെ കെട്ടഴിച്ച് തന്നിട്ട് സ്വാതന്ത്ര്യമായി പ്രസംഗിക്കാൻ ദൈവം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്യോന്യം ബഹുമാനമല്ല വേണ്ടത്. ഞങ്ങളുടെ നാട്ടിൽ പറയും, നീ എൻ്റെ പുറം ചൊറിഞ്ഞു തന്നാൽ ഞാൻ നിൻ്റെയും പുറം ചൊറിഞ്ഞു തരാം. അതൊക്കെ കുറെ കഴിഞ്ഞ് നഖം കൊണ്ട് കീറിപ്പോകുമെന്നേ. ഇന്ന് സിന്ദാബാദ് വിളിക്കുന്നവൻ നാളെ മൂർദാബാദ് വിളിക്കും. രാഷ്ട്രീയത്തിൽ അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നശിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പുറകെ പോയി മറ്റുള്ളവനെ ബഹുമാനിക്കാൻ ആവോളോ ശ്രമിക്കുന്ന ചെറുപ്പക്കാർ ഈ വാക്കുകളെ കേൾക്കുന്നെങ്കിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അടി വാങ്ങുന്നെങ്കിൽ മോതിരം ഇട്ടവൻ്റെ അടി വാങ്ങണമെന്ന്. മനസ്സിലായില്ലേ? അടി വാങ്ങണമെങ്കിൽ മോതിരമിട്ടവൻ്റെ കൈ കൊണ്ട് അടി വാങ്ങണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവൻ്റെ അടി വാങ്ങാതെ യോഗ്യനായവൻ്റെ അടി വാങ്ങണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക, ഈ നശിച്ച രാഷ്ട്രീയത്തിൻ്റെ പുറകെ പോയി അടി വാങ്ങാതെ യോഗ്യനായ ഒരുത്തനുണ്ട്. അറുക്കപ്പെട്ട കുഞ്ഞാടേ, നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ. സന്തോഷമില്ലേ? എന്തോ ഒന്നും ഈ മുട്ടക്കച്ചവടത്തിന് നഷ്ടം വന്നതുപോലെ ഇരിക്കുന്നത്. നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ യോഗ്യൻ. ആ യോഗ്യനായവനെ ഉയർത്തുക, യോഗ്യനായവനെ അനുഗമിക്കുക, ആ യോഗ്യനായവന് വേണ്ടി പാട്ടുപാടുക, യോഗ്യനായവന് വേണ്ടി പ്രസംഗിക്കുക. എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, മനുഷ്യന്റെ ബഹുമാനമല്ല വേണ്ടത്. മനുഷ്യന്റെ ബഹുമാനം കുറെ കഴിയുമ്പോൾ അസ്തമിച്ചു പോകുക. നിങ്ങൾ എന്നെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അച്ഛാ, ഞാനുള്ളത് പറയുക, ഒരുത്തൻ്റെയും ബഹുമാനം അന്വേഷിച്ചു പോകാൻ ഇതുവരെ തമ്പുരാൻ ഇടവരുത്തിയിട്ടില്ല. അവരെനിക്ക് കയ്യിലിരുന്നുണ്ടോ? അവരെന്നെ കണ്ടു ചിരിക്കുന്നുണ്ടോ? അവരുടെ മുഖം എന്നെ കാണുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? എന്നെ കാണുമ്പോൾ മുണ്ടിൻ്റെ കുത്തു മടക്കി ഇടുന്നുണ്ടോ, അഴിക്കുന്നുണ്ടോ? എന്നെ കാണുമ്പോൾ അവർ കസേരയിൽ നിന്ന് എഴുന്നേക്കുന്നുണ്ടോ? എടാ പോടാ ചാണ്ടപ്പിള്ളേ, നിന്നെ കാണുമ്പോൾ ഇതൊക്കെ മനുഷ്യൻ ചെയ്യണമെന്നും നീ നിർബന്ധം പിടിക്കുന്നത് എന്തിന്? പീലാത്തോസിതാ സിംഹാസനത്തിൽ ഇരിക്കുന്നു, സൃഷ്ടാപിതാവിന്റെ മുമ്പിൽ നിൽക്കുക ചെയ്തത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. രാജാതി രാജാവ് അവന്റെ മുൻപാകെ നിൽക്കുകയാ, അവൻ സിംഹാസനത്തിൽ ഇരിക്കുകയാ. അതുകൊണ്ട് ഇന്ന് രാത്രി അതിനപ്പുറമുള്ള ബഹുമാനമൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇല്ല, നമ്മൾ അന്വേഷിക്കണ്ട. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നത്, യേശുവൻ തന്റെ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. നാമും അവന്റെ നിന്ദയെ ചുമന്നുകൊണ്ട് പാളയത്തിനു പുറത്ത് അവന്റെ അടുക്കലേക്ക് ചെല്ലുക. അതുകൊണ്ട് ദൈവത്തിന്റെ ബഹുമാനം വേണം. ദൈവത്തിന്റെ ബഹുമാനം. എപ്പോഴാണ് ദൈവത്തിന്റെ ബഹുമാനം വരുന്നത്? പുത്രന്റെ അടുക്കലേക്ക് വന്ന് നിത്യജീവൻ പ്രാപിക്കുമ്പോൾ. ആ ദൈവത്തിന്റെ ബഹുമാനം വാങ്ങിയ ഒരു മനുഷ്യനാണ് ഞാൻ. ഒരുപാട് പറയാനുണ്ട് എൻ്റെ സഹോദരങ്ങളെ. സ്വന്തം വീട്ടിൽ പാർക്കുന്നതിനേക്കാൾ വല്ലവരുടെയും വീട്ടിലാണ്. വല്ലവരുടെയും എന്ന് വെച്ചാൽ മറ്റുള്ള വീടുകൾ. ഇപ്പോൾ 2 ദിവസം ലിജോയുടെ വീട്ടിലാണ്. നല്ലൊരു മുറിയും നല്ല കട്ടിലും ഒക്കെ തന്നിട്ടുണ്ട്. നല്ല ശാപ്പാട്, ഉച്ച മുതലേ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ വീടുകളിൽ മാറി മാറി ചെല്ലും, കാപ്പിയും ചായയൊക്കെ തരുമ്പോൾ ചോദിക്കുന്ന, കാപ്പി വേണോ, ചായ വേണോ, വിത്താണോ, വിത്തൗട്ടാണോ, കുളിക്കാൻ തണുത്ത വെള്ളം വേണോ എന്ന് പറഞ്ഞാൽ ഐസിലെ വെള്ളമൊന്നല്ല, നോർമൽ വെള്ളം വേണോ, പൈപ്പിലെ വെള്ളം വേണോ, അതോ ചൂടുവെള്ളം വേണോ, എന്താ വേണ്ടത്? അങ്ങ് അന്വേഷിക്കുക. എന്നാ കണ്ടിട്ട്? എൻ്റെ ഈ കളറ് കണ്ടിട്ടാണ്? എൻ്റെ ഈ നീളം കണ്ടിട്ടാണ്? എൻ്റെ ഈ പ്രസംഗ പാഠവം കണ്ടിട്ടാണോ? അല്ല. എൻ്റെ 19-ാമത്തെ വയസ്സിൽ യേശുവിനെ പിതാവായ ദൈവം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അയച്ചെന്നും ആ ക്രിസ്തുവിനെ ക്രൂശിൽ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തകർത്തെന്നും ആ ക്രിസ്തുവിനെ 3-ാം ദിവസം എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഉയർപ്പിച്ചുവെന്നും വിശ്വസിച്ച് ആ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ പിതാവെന്നെ ബഹുമാനിച്ചു. അതുകൊണ്ട്
ദൈവത്തിൻ്റെ ബഹുമാനം അന്വേഷിക്കാഞ്ഞതിനാൽ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല. ഇതിനോട് ചേർന്ന് 2 വാക്യങ്ങൾ കൂടെ വായിക്കുന്നുണ്ട് സമയം. 12-ാം അധ്യായം 42, 43 വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിച്ച്. 12-ാം അധ്യായം 42, 43 വാക്യങ്ങളാണ്. 12 യോഹന്നാൻ. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. അടുത്തത് കേട്ടോണേ. വിശ്വസിച്ചു കേട്ടോ, വിശ്വസിച്ചു. അടുത്തത്, പള്ളിഭ്രഷ്ടർ ആകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ലതാനും അവർ ദൈവത്തെക്കാളുള്ള മനത്തേക്കാൾ മനുഷ്യരാളുള്ള മാനം, ദൈവത്തെക്കാളുള്ള മാനത്തേക്കാൾ മനുഷ്യന്റെ മാനം വലുതായി കണ്ടതുകൊണ്ട് വിശ്വസിച്ച കാര്യം അവര് ഏറ്റു പറഞ്ഞില്ല. കാരണം പള്ളി ഭ്രഷ്ടനാകുമെന്ന് പേടിച്ച്. പിടികിട്ടിയോ? പിന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? കേരളത്തിൽ ആർക്കാ കിട്ടുന്നത്? പള്ളി ഭ്രഷ്ടരാകുമെന്ന് പേടിച്ചിട്ട് വിശ്വസിച്ച കാര്യം ഏറ്റു പറഞ്ഞില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ മാനം വാങ്ങുന്നതിനേക്കാൾ അധികം മനുഷ്യന്റെ മാനം വാങ്ങി. ഇവിടെ പള്ളി ഭ്രഷ്ടരാകാതിരിക്കാൻ ചെയ്തെങ്കിൽ അടുത്ത ഒരുത്തനെ കേട്ടോണം. അപ്പോസ്തല പ്രവൃത്തി 18:7-8 ഞാൻ നിർത്താൻ പോകുക. അപ്പോസ്തല പ്രവൃത്തികൾ 18:7-8 വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 18:7-8 വായിച്ചേ. അവൻ കേട്ടോണേ. അവൻ അവിടം വിട്ടു. അവൻ അവിടം വിട്ടു എന്ന് പറഞ്ഞ പൗലോസ് അവിടം വിട്ടു. അടുത്ത തീത്തോസ് യുസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. നമുക്കൊക്കെ തീത്തോസ് എന്ന് പേര് വരും, അല്ലെങ്കിൽ യുസ്തോസ് എന്ന് പേര് വരും. രണ്ടും കൂടുള്ള പേര് കുറവാ. തീത്തോസ്, യുസ്തോസ് ഒരാളുടെ പേരാ. അവര് അവന്റെ വീട്ടിലോട്ട് ചെല്ലുക. എവിടാ? അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. അതാ കേട്ടോ, അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പൗലോസ് ഉപദേശി വീട്ടിലോട്ട് കയറിയപ്പോൾ അവൻ വെളിയിലേക്ക് ഇറങ്ങി. ട്രസ്റ്റിയോ കമ്മിറ്റിക്കാരോ വല്ലവരും കാണുന്നുണ്ടോ എന്ന് എത്തിക്കുത്തി നോക്കിയിട്ട് പൗലോസിനെ വലിച്ചകത്താക്കി കതകടച്ചെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. പള്ളിയോട് തൊട്ടിരുന്ന യുസ്തോസ്, ക്രിസ്തോസ് അല്ലേ? ക്രിസ്തോസ് എങ്ങനെ വായിച്ചത്? യുസ്തോസ് അവന്റെ വീട്ടിലേക്ക് ചെന്നു. അടുത്ത എന്താ എഴുതിയിരിക്കുന്നത്? അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. പള്ളിപ്രമാണിയായ എപ്പോഴും പള്ളിയോട് തൊട്ടിരുന്നു എന്ന് കൂടെ വായിച്ച് ആരെയും മനപ്രയാസപ്പെടുത്താതെ ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മതി. വായിച്ചേ. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് ഈ പേരൊക്കെയാ ഇന്ന് ചിലർക്കെടുത്തിട്ടിരിക്കുന്നു. പക്ഷേ ക്രിസ്പോസ് തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് വേറെ കാര്യം. ഈ ക്രിസ്പോസ് വചനം അനുസരിക്കുന്നത് ആ ക്രിസ്പോസ് വചനത്തിന്റെ 7 അയലോക്കത്ത് ചെല്ലുകയല്ല. പോട്ടെ, അങ്ങനെ ക്രിസ്പോസും കുടുംബവും കൂടെ എന്ത് ചെയ്തു? വിശ്വസിച്ചു, സ്നാനമേറ്റു. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, പള്ളി ഭ്രഷ്ടരാകുന്നെങ്കിൽ ആകട്ടെ എന്ന് കരുതിയതാ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാ. ഞാൻ കോട്ടയത്തു നിന്ന് എഴുതിക്കൊണ്ട് വന്നതല്ല. നിങ്ങളുടെയൊക്കെ കയ്യിലുള്ള ബൈബിളിൽ അത് എഴുതിയിരിക്കുകയാണ്. പള്ളി ഭ്രഷ്ടരാകുന്നെങ്കിൽ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ ആ കുടുംബം സമർപ്പിച്ചു. അങ്ങനെയല്ലാത്തവർക്കൊരിക്കലും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. ഏറ്റവും ഒടുവിലായി 46-ാം വാക്യം കൂടെ വായിച്ച്. യോഹന്നാൻ 5:46 നിർത്താൻ പോവാ. വായിച്ചാട്ടെ. നിങ്ങൾ മോശയെ വിശ്വസിച്ചു എങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. കേൾക്കണേ, ഇതൊക്കെ അർത്ഥമുള്ള സംഗതിയാ. ചുമ്മാ അത് വായിച്ചു പോകരുത്. നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അടുത്തത്, അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ. എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? വല്ലതും പിടി കിട്ടിയോ? അതെങ്ങനെയാ? ഇത് വായിച്ചിട്ട് കാലങ്ങളായില്ലേ. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. കേൾക്കണം, നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. കാരണം എന്താ? മോശയുടെ എഴുത്തുകളിൽ എന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ആരെയും വിശ്വസിക്കുന്നില്ല? മോശയും. ചിലർ പറയുന്നു പൗലോസോ, അയ്യോ പൗലോസ്ലീഗ ധന്യൻ, അങ്ങേരുടെ വിശ്വാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾക്ക് വേറൊരു വിശ്വാസം. എപ്പോഴും ചൊല്ലുകയല്ലേ, ഞങ്ങളുടെ അമ്മ വീട്ടുകാർ പാടാറുണ്ട്, പഴയ ഓർമ്മയിൽ നിന്ന് പാടുക. പൗലോസ്ലീഗ ധന്യൻ ചൊൽകെട്ടി ദേവം. എന്തൊരു സന്തോഷത്തിലാണ് സഹോദരിമാർ പാടുന്നത്. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴി
ഇങ്ങൊരുവൻ വന്നറിയിച്ചാൽ വനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൻ ശാപം. ചുമ്മാത് പാടുകാന്നേ. പൗലോസ്ലീഹായിൽ വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ പൗലോസ്ലീഹായി എഴുതി തന്ന വചനം വിശ്വസിക്കുമായിരുന്നു. പൗലോസ്ലീഹായിൽ വിശ്വാസമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ വിശ്വസിച്ചേനെ. ആ എഴുത്തുകളിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ യേശു രക്ഷിതാവെന്ന് അംഗീകരിച്ച് പാപപരിഹാരത്തിനായി യേശുവിൽ ശരണപ്പെടുമായിരുന്നു. ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യേ ദൈവാത്മാവ് പ്രവർത്തിക്കട്ടെ, ശക്തമായിട്ട് ഇടപെടട്ടെ. എന്നിട്ടും എൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. കാരണം ഞാൻ പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട ദൈവപുത്രനാണ്, മശീഹയാണ്, രക്ഷിതാവാണ്, കർത്താവാണെന്ന് യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യം പറഞ്ഞു. എൻ്റെ പ്രവൃത്തികൾ സാക്ഷ്യം പറഞ്ഞു. എന്നെ അയച്ച പിതാവ് സാക്ഷ്യം പറഞ്ഞു. ദൈവത്തിൻ്റെ വചനം എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എന്നിട്ടും നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ വരാൻ മനസ്സില്ല. അതിൻ്റെ കാരണം നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമില്ല. പിതാവ് അയച്ച എന്നിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ല. സ്വന്തം പിതാവിൻ്റെ നാമത്തിൽ വന്ന് എന്നെ കൈക്കൊള്ളാതെ സ്വന്തം നാമത്തിൽ വരുന്നവരെ നിങ്ങൾ കൈക്കൊള്ളുന്നു. ദൈവത്തിന്റെ ബഹുമാനത്തെക്കാൾ മനുഷ്യന്റെ ബഹുമാനം നിങ്ങൾ അന്വേഷിക്കുന്നു. നിങ്ങൾ എഴുത്തുകളൊക്കെ എഴുതിയവരെ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ആ എഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന എന്നെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നു. എന്തോ ഒരു ദുഃഖകരമായ സ്ഥിതി. അതുകൊണ്ട് ഇന്ന് രാത്രി വിശ്വാസത്താൽ എഴുന്നേക്ക്, കുരിശിന്റെ അടുക്കലേക്ക് വന്നാട്ട്. നിത്യജീവൻ നൽകാൻ യേശുവിതാ ഒരുങ്ങി നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. നിരാശയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവരെ, ആത്മഹത്യക്ക് വേണ്ടി പലവട്ടം ചിന്തിച്ചിട്ടുള്ളവരെ, നിരാശ ഗർത്തത്തിലേക്ക് പതിഞ്ഞിട്ടുള്ളവരെ, ഉറക്കം നഷ്ടപ്പെട്ടിട്ടുള്ളവരെ, സമാധാനമില്ലാത്തവരെ, ഇന്ന് രാത്രി ക്രിസ്തു നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ടുണ്ട്, നിങ്ങളുടെ വീടുകളിലേക്ക് വന്നിട്ടുണ്ട്. ഈ രാത്രി നിത്യജീവൻ തരുവാൻ അവന് മനസ്സുണ്ട്. അത് കൃപയാൽ തരാൻ മനസ്സുണ്ട്, ദാനമായി തരാൻ മനസ്സുണ്ട്.